കാർഷിക സമൃദ്ധി നിറവണിയുന്ന ഈ ഗ്രാമം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട പറവന്നൂർ. നീണ്ട 40 വർഷത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ അക്ഷരപഴമ പേർന്ന ഒരു വിദ്യാലയം ഈ ഗ്രാമത്തിലുണ്ട്. ഏനുദ്ദീൻ മെമ്മോറിയൽ എയ്ഡഡ് LP സ്കൂൾ. ഉൾനാടൻ പ്രദേശത്തെ പുതുതലമുറയാണ് ഈ വിദ്യാലയത്തിലെ പഠിതാക്കൾ. ഗ്രാമീണ പാരമ്പര്യത്തിന്റെ ജീവതനിമ പരിലസിക്കുന്ന ഈ വിദ്യാലയ മുറ്റം ദേശത്തിന്റെ പൈതൃകം സമ്മാനിച്ച കാർഷിക സംസ്കാരത്തെ കൈയേറ്റ് വാങ്ങിയതിലൂടെ ഇന്ന് സംസ്ഥാന ശ്രദ്ധ തന്നെ നേടിയിരിക്കുന്നു. മണ്ണിന്റെ മണം തിരിച്ചറിഞ്ഞ് തഴച്ചു വളരുന്ന പച്ചപ്പിനെ തൊട്ടറിഞ്ഞ് കുഞ്ഞു കരങ്ങൾ പരിപാലിച്ചു വളർത്തുന്ന പച്ചക്കറി തോട്ടത്തിലൂടെ ഈ അക്ഷരാലയം ഇന്നൊരു കാർഷികാലയം കൂടിയായി മാറിയിരിക്കുന്നു. കാലമാറ്റങ്ങൾക്കൊപ്പം കാർഷിക മേഖലയെ കൈവിട്ട സാമൂഹിക ഗതിക്കെതിരെ തിരിച്ചറിവിന്റെ ബാലപാഠങ്ങൾ പകർത്തിയേകുകയാണ് പറവന്നൂർ EMA LP സ്കൂളിലെ കുട്ടികൾ. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ എന്ന പദ്ധതിയിൽ നമ്മൾ 10 സെന്റിൽ പച്ചക്കറി ഉണ്ടാക്കാൻ വിഭാവനം ചെയ്യുമ്പോൾ 25 മുതൽ 30 വരെയുള്ള അത്രയും സ്ഥലത്താണ് ഇവിടെ ഈ കുട്ടികൾ ഈ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാതരം വെറൈറ്റീസും എല്ലാ വിളകളും വെണ്ട, പയറ്, ചീര, വെള്ളരി, കൂൾ സീസൺ വെജിറ്റബിൾ അടക്കമുള്ള പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് തന്നെ ജൈവമായ രീതിയിലാണ്, യാതൊരുവിധ വിഷവും. അതായത് ഇത് 2 സന്ദേശമാണ് ഇതിനകത്ത്, പല സന്ദേശങ്ങൾ. അതായത് കുട്ടികളെ മണ്ണിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സന്ദേശം, മണ്ണിൻ്റെ പ്രസക്തി, കൃഷിയും മണ്ണും തമ്മിലുള്ള ഒരു പ്രസക്തി, അതേപോലെ തന്നെ നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറി എങ്ങനെ നമുക്കുണ്ടാക്കാം എന്നുള്ളത് മുതിർന്നവരെയും വലിയവർക്കും കൊടുക്കുന്ന ഒരു സന്ദേശം ഈ കുട്ടികളിലൂടെ ഈ പച്ചക്കറി കൃഷി പദ്ധതിയിലൂടെ ഇവിടെ നടപ്പാക്കുകയാണ്. സമൂഹ മധ്യത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയെ പുത്തൻ തലമുറയുടെ മനസ്സിലേക്ക് പറിച്ചു നടുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി എല്ലാ വിദ്യാലയങ്ങളിലും പ്രാബല്യത്തിലെത്തി. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പറവന്നൂർ കൽപ്പകഞ്ചേരി EMA LP സ്കൂളിലെ കുരുന്നുകളും കൃഷിയുടെ ഗൃഹപാഠം ചെയ്യാൻ തയ്യാറായത്. വിദ്യാലയത്തിന്റെ വക തരിശായി കിടന്ന 35 സെന്റ് സ്ഥലമാണ് പച്ചക്കറി കൃഷിക്കായി ഒരുങ്ങിയത്. വിത്തും തൈകളും വളവും ഗ്രോബാഗുകളും കൃഷിരീതികളുമായി കൽപ്പകഞ്ചേരി കൃഷിഭവൻ EMA LP സ്കൂൾ മുറ്റത്തേക്കെത്തിയപ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും PTA-യും ഗ്രാമപഞ്ചായത്ത് അധികാരികളും എത്തി. പിന്നെ വൈകിയില്ല. തരിശുഭൂമി നന്നായി കിളച്ച് പദം വരുത്തി കൃഷിയോഗ്യമാക്കി മാറ്റി. കൃഷിഭവന്റെ പ്രത്യേകിച്ചുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇത് കൃഷി ഇറക്കിയിട്ടുള്ളത്. കാരണം ഓരോ സമയാസമയങ്ങളിൽ ഞങ്ങളിവിടെ എത്തുകയും അതിന് ചേർക്കേണ്ട ജൈവവള പ്രയോഗങ്ങളും ചെടി രോഗപ്രതിരോധ ശേഷിയോടെ എങ്ങനെ വളരും, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ട പരിചരണ മുറകൾ, അതുപോലെ ഫിഷ് അമിനോ അമ്ലം എന്ന് പറഞ്ഞാൽ വളർച്ചാത്വരകം, അത് പൂക്കളുടെ എണ്ണം കൂട്ടുന്നു, കായ്കളുടെ എണ്ണം കൂട്ടുന്നു, കായ്കളുടെ ഗുണമേന്മ കൂട്ടുന്നു, കീടങ്ങളെ അകറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള ഫിഷ് അമിനോ അമ്ലം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ഇവിടുത്തെ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഒരു പരിചയ ക്ലാസ് വെച്ചിട്ട് ഇവിടെ നടപ്പിലാക്കി അത് ഇവിടെ പ്രയോഗിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ രാസവളം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ചെടിക്ക് വളർച്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പിന്നെ 1 കിലോ കടലപ്പിണ്ണാക്ക് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി 50 ഗ്രാം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കലക്കി വയ്ക്കുന്നു. 1 കിലോ പച്ചച്ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേറൊരു ബക്കറ്റിൽ കലക്കി വയ്ക്കുന്നു. 12 മണിക്കൂറിന് ശേഷം ഇവ രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ വൈകുന്നേര സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി രാസവളത്തിൻ്റെ അതേ എഫക്റ്റോടുകൂടെ ചെടി കരുത്തോടെ വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെ കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പിലും 10 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഈ 5 ഗ്രൂപ്പുകൾക്കും 5 ചുമതലകളാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ജലസേചനം, രണ്ടാമത്തെ ഗ്രൂപ്പ് നിലമൊരുക്കൽ, അതേപോലെ തന്നെ വേറൊരു ഗ്രൂപ്പിന് കീടനിയന്ത്രണം, മറ്റുള്ളവർക്ക് വളം ചേർക്കൽ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ശുശ്രൂഷകളും. ഇങ്ങനെ 5 ചുമതലകളും 5 ഗ്രൂപ്പുകൾ ചെയ്യുന്നു.
അതിന് പുറമെ 5 അധ്യാപകർ ഈ ഗ്രൂപ്പിൻ്റെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുന്നുമുണ്ട്. സ്കൂളിലെ ഫാം ക്ലബ്ബ് അംഗങ്ങളായ 50 കുട്ടികൾ പച്ചക്കറി കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിലെ പരിപാലനത്തിനായി 5 യൂണിറ്റുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഓരോ യൂണിറ്റിനും ഓരോ അധ്യാപകർ നേതൃത്വവുമേകി. ഇവർക്ക് വേണ്ട പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ നൽകിക്കൊണ്ടിരുന്നു. പച്ചക്കറിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ പങ്കാളിത്തം വളരെയധികം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ അതിന് വളരെയധികം ഉത്സാഹത്തോടെ വളം പ്രയോഗിക്കുവാനും ബാക്കി ജലസേചനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തുകൊണ്ടും PTA വളരെയധികം ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നടീലിനാവശ്യമായ ഉൽപാദനശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ വിത്തിനങ്ങൾ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നും തവന്നൂർ കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തി. കൈക്കോട്ടും കുട്ടയും വട്ടിയും വളവും ഒക്കെയായി കുട്ടി കർഷകർ കൃഷിയിടത്തിലേക്കിറങ്ങി. കുഞ്ഞു കൈകൾ മണ്ണിൽ ഉയർന്നു താഴ്ന്നു. മണ്ണിന്റെ കാർഷിക ചുവപ്പ് അവരുടെ വെളുത്ത വസ്ത്രങ്ങളിൽ അധ്വാന മഹിമയുടെ ചായം ചാലിച്ചെഴുതി. ക്ലാസ് മുറികളിലെ പാഠ്യപഠനങ്ങൾ അവരുടെ അകം വിയർപ്പിക്കുമ്പോൾ ക്ലാസ് മുറിക്ക് പുറത്തെ കാർഷിക പഠനത്തിൽ അവരണിഞ്ഞത് സന്തോഷത്തിന്റെ വിയർപ്പ് മണികളായിരുന്നു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 35 സെന്റ് സ്ഥലമാകെ പച്ചക്കറിയുടെ പച്ചപ്പ് പരന്നു. ഈ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഇത്ര കൂടുതൽ കൃഷിക്ക് പ്രാമുഖ്യം കൊടുക്കാനുള്ള കാരണം ഇവിടുത്തെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടുത്തെ കൃഷി ഓഫീസർ. ഇതിനുവേണ്ടി കുട്ടികളെ മുന്നിൽ രാവും പകലും വ്യത്യാസമില്ലാതെ ടൈം നോക്കാതെ എല്ലാ സമയത്തും അവരോട് കൂടെ അവരിൽ ഒരാളായിക്കൊണ്ട് ഇതുകൊണ്ടാണ് ഈ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു 100% തന്നെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സത്യം. പിന്നെ ജൈവ കൃഷിക്ക് ഒരു 100% പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഈ കൃഷി എല്ലാവർക്കും ഒരു മാതൃകാത്തോട്ടം തന്നെയാണ് എന്നുള്ളതിലും സംശയമില്ല. 30ഓളം ഇനം പച്ചക്കറികളായിരുന്നു EMA LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്ക് മുമ്പിൽ ഹരിത വിസ്മയം തീർത്ത് പുഞ്ചിരിച്ചു നിന്നത്. സിന്ദൂരം ചീര, വെള്ളായണി ജ്യോതിക, വെള്ളായണി ഗീതിക എന്നീ വള്ളിപ്പയർ ഇനങ്ങൾ, സൗഭാഗ്യ വെള്ളരി, ആനക്കൊമ്പൻ വെണ്ട, ചതുരപ്പയർ, പച്ചമുളക്, ചുരയ്ക്ക, പീച്ചിൽ, നിത്യവഴുതന, പടവലം, പാവൽ, കുമ്പളം, മത്തൻ, ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, സവാള, മരച്ചീനി, നെയ്ക്കുമ്പളങ്ങ, വിവിധ തരം ഔഷധ സസ്യങ്ങൾ, ഉദ്യാന ചെടികൾ തുടങ്ങിയവയെല്ലാം ഈ അക്ഷരമുറ്റത്ത് പൂവിട്ടും കായ്ച്ചും നിരയിടവേ അതിലെ ആഹ്ലാദം പൂത്ത് കായ്ച്ചത് ഈ കൊച്ചു ഹൃദയങ്ങളിലായിരുന്നു. ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഉള്ളി എന്നിവ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് ക്യാബേജും കോളിഫ്ലവറും അതിൻ്റെ മുപ്പത്തുകയും ഉള്ളി ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനുള്ള പ്രായത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതുപോലെ ചുരങ്ങ ഉണ്ടാക്കിയിട്ടുള്ളത് നാടൻ ചുരങ്ങയാണ്. അത് മത്തൻ ചുരങ്ങ എന്ന വർഗത്തിൽപ്പെട്ടതാണ്. അത് ഏകദേശം ഒരു 4.5 കിലോളം ഭാരം നമുക്ക് ലഭിക്കുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമാണ്. ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും മണ്ണിര കമ്പോസ്റ്റും ചാണകത്തെളിയും അവർ തങ്ങളുടെ പ്രിയപ്പെട്ട പച്ചക്കറി കൂട്ടുകാർക്ക് വളമായി ഏകി. അവർ മണ്ണിൽ താഴ്ത്തി നാട്ടിയ താങ്ങുകാലുകളിലൂടെയും അവർ പടർത്തിയ പന്തലിലൂടെയും പടവലവും പാവലും വള്ളിപ്പയറും നിത്യവഴുതനയുമൊക്കെ വള്ളി വീശി ചുറ്റിക്കയറി. അവർ ഓരോ ചെടികൾക്ക് മുൻപിലെത്തി കുശലം പറഞ്ഞു. അവരുടെ കുശലങ്ങൾ കേട്ട് ഓരോ ചെടിയും പൂവിട്ട് ചിരിച്ചു.
അപ്പോഴും കുട്ടികൾ ചെടികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇലകളിലെയും പൂക്കളിലെയും പുഴുക്കളെയും പ്രാണികളെയും കൈകൊണ്ടെടുത്തു മാറ്റി നശിപ്പിച്ചു. ചെടികൾക്ക് കീടങ്ങളുടെ ആക്രമണം കണ്ടാൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരത് ഒരു ഇല മടങ്ങിയിരുന്നാൽ അതിനകത്ത് ഒരു പുഴു ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. ഉടനെ തന്നെ ആ പുഴുവിനെ ആ ഇല നിവർത്തി അതിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തദ്ദേശീയമായിട്ട് പ്രാദേശികമായിട്ട് ചെയ്യേണ്ട എല്ലാ എളുപ്പ വഴികളും പച്ചക്കറി നമുക്ക് എങ്ങനെ എളുപ്പവും സുഗമമായിട്ട് ചെയ്യാം എന്നുള്ള ഓരോ പ്രദർശനത്തോട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഇനം പച്ചക്കറികളും വളരെ സുലഭമായിട്ട് വളരും എന്നും നമ്മളെ കൃത്യമായിട്ടുള്ള ഒരു പരിചരണവും ശ്രദ്ധയും മതിയാകുമെന്നുള്ള കാര്യം ഈ നാട്ടുകാർക്കും കൽപ്പകഞ്ചേരിക്കാർക്കും എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രോഗപ്രതിരോധത്തിനും ത്വരിത വളർച്ചയ്ക്കുമായി ഫിഷ് അമിനോ ആസിഡ്, കാന്താരി കഷായം, പുകയില കഷായം തുടങ്ങിയ ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചു. കൃഷിഭവന്റെ സഹായത്തോടെ വളർച്ചാ ത്വരകവും ജൈവവളങ്ങളും ജൈവാണുവളങ്ങളും സ്കൂൾ വളപ്പിൽ തന്നെ കുട്ടികൾ നിർമ്മിക്കുകയായിരുന്നു. നമ്മുടെ ബ്ലോക്കിൽ മൊത്തം 30 സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തിട്ടുള്ള, സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഒരു വെജിറ്റബിൾ ഗാർഡനാണ് നമ്മളെ കൽപ്പകഞ്ചേരി കൃഷിഭവനിലെ ഈ പറവന്നൂർ സ്കൂളിൽ ഈ കാണുന്നത്. ഇവിടെ ഏകദേശം 30 വെറൈറ്റിയിലധികം പച്ചക്കറികൾ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മൾ കൃഷി വകുപ്പിൽ നിന്നും ഒരു സ്കൂൾ ഗാർഡന് മൊത്തം 5000 രൂപ, 4000 രൂപ സബ്സിഡിയായും 1000 രൂപ ഫങ്ഷണൽ എക്സ്പെൻസിനുള്ളതും മൊത്തം അങ്ങനെ 5000 രൂപയാണ് നമ്മളൊരു സ്കൂൾ ഗാർഡന് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഇതിൽ ജലസേചനത്തിനായിട്ട് ഒരു പമ്പ് സെറ്റ്, അതായത് ഒരു 10000 രൂപ ഉള്ള ഒരു പമ്പ് സെറ്റും നമ്മളിവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. കൃഷിഭവന്റെ സഹായത്തോടെ ലഭിച്ച പമ്പ്